ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ഒരു സഹോദരൻ ദർസിലേക്ക് 500, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാനും മക്കൾ സ്വാലിഹ്യങ്ങളാവാനും ദുആ ചെയ്യാൻ ദർസിലേക്ക് 500 രൂപ. ഇവിടെ പതിവായി ജുമായിൽ ഒക്കെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട 2 സഹോദരന്മാർ റൂമിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ സൗദിയിൽ ആക്സിഡന്റിൽ വളരെ അത്യാസന്ന നിലയിലായിട്ട് ഐസിയിലാന്ന് അറിയിച്ചു. അള്ളാഹു എന്താണോ ആ ചെറുപ്പക്കാരന് ഹൈറെങ്കിൽ ആ സലാമത്തിന്റെ ബാവ് പെട്ടെന്ന് തുറന്നു കൊടുക്കട്ടെ, ആ കുടുംബത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ റിയാദിൽ വെച്ചുകൊണ്ട് ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് സിദ്ദീഖ് എന്ന സുഹൃത്ത് മരിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല, ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. ഇത് ഹജ്ജിന്റെ മാസമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മഹലിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അടക്കമുള്ള സഹോദരിമാരും പോകുന്നുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ യാത്ര സന്തോഷത്തിലും റാഹത്തിലും ആത്മനിർവൃതിയിലുമാക്കി കൊടുക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് അല്ലാഹുവർക്കും മറ്റുള്ള നാടുകളിൽ നിന്നൊക്കെ ഒഴുകുന്ന എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു അവസരം നൽകട്ടെ. നമുക്കൊക്കെ അവിടെ പോകാൻ അള്ളാഹു ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2-3 ആഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം ഇൻഷാ അല്ലാഹ്. ഒരു ആയത്ത് മാത്രം തുടങ്ങി വെക്കാം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമ ഇബ്രാഹിം. ഈ ആയത്തിന്റെ കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് 17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചിരുന്നത്. ആവശ്യാർത്ഥം അല്ലാഹു തആല അങ്ങനെ കൽപ്പിച്ചതാണ്. പക്ഷേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധമായ മക്കയോടും കഅബയോടും അതിയായ ആഗ്രഹമായിരുന്നു, ദാഹമായിരുന്നു, അതിയായ കൊതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബിന്റെ കൊതികളെല്ലാം മെഹബൂബ് തീർത്തു കൊടുക്കണം. അങ്ങനെയാണ് ആ കൊതി ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി മൂർച്ഛിച്ച് അത് പൂർണ്ണമായി നിറച്ചിങ്ങനെ പൊന്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല ആയത്ത് ഇറക്കുമെന്ന പ്രതീക്ഷയിൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോന്ന്. ആ നോട്ടം പോലും ആയത്തിൽ ചർച്ച വന്നു എന്നുള്ളതാണ് അത്ഭുതം. ആ നോട്ടം പോലും ചർച്ച വന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം. ഓ ഹബീബായ നബിയേ, പരിശുദ്ധമായ കഅബയെ ഖിബലയാക്കി അറിയിപ്പ് വരുമെന്ന് പ്രതീക്ഷയോടെ വാനലോകത്തേക്ക് അങ്ങ് കണ്ണുയർത്തുന്നതും മുഖം ഉയർത്തി മറിക്കുന്നതും നാം കാണുന്നുണ്ട് നബിയേ. ഇതുവരെ അല്ലാഹു ആ ആയത്തിൽ ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് ഹബീബിനോട് മെഹബൂബ് ഒരൊറ്റ പ്രഖ്യാപനമാണ്, ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധമായ കഅബയിലേക്ക് ഖിബലയാക്കി അങ്ങോട്ട് തിരിഞ്ഞോ യാ റസൂലല്ലാഹ്. ഈ സംഭവത്തിന് സാക്ഷിയായത് മസ്ജിദുൽ ഖിബലത്തൈനി എന്ന് പറയപ്പെടുന്ന പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. ഇതോടുകൂടിയാണ് ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബലത്തൈനി എന്ന പേര് പറയുന്നത്. നാളെ ആരോ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ മസ്ജിദുർ റക്അത്തൈനി ഉണ്ട് എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ച് അവിടെ മൂലേരി ഇമാമത്ത് വന്നപ്പോ മാരിബക്ക് 2 റക്അത്തിൽ സലാം വീട്ടി. അപ്പൊ നമ്മള് മസ്ജിദുർ റക്അത്തൈനി എന്ന് പേരിട്ടാണെന്ന് പറഞ്ഞു. ഇത് അങ്ങനെ കളിയാക്കാട്ടല്ല, ഇത് ഒറിജിനൽ സംഭവമാണ്. ഉമ്മു ബിശർ എന്ന് പറയുന്ന സഹാബിയത്തായ വനിത രോഗിണിയായി കിടക്കുമ്പോ അവിടെ സന്ദർശിക്കാനെത്തി മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ളുഹറിന്റെ സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി ഈ പള്ളിയിൽ പോയി. ആ പള്ളിയിൽ ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ റക്അത്തിലാണ് ഈ വഹയിന്റെ അറിയിപ്പ് വന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്താണ്, നിസ്കാരത്തിന്റെ ഇടയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിസ്കാരത്തിന്റെ ഇടയിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റി.
ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കാബയിലേക്ക് തെറ്റി, അപ്പൊ കൂടെ ഉള്ളവരൊക്കെ കണ്ട് തെറ്റി. അതാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇപ്പൊ ഇന്ന് രാത്രി യശസ്കരിക്കുമ്പോ രണ്ടാമത്തേല് ഞാന് പടിഞ്ഞാട്ടിന്ന് കേക്കോട്ടാണ് തെറ്റി. ഞങ്ങളൊക്കെ കൂടി എന്റെ കൂടെ തെറ്റിയാ ചെയ്യാ, അത് വേറെ എന്താ ചെയ്യാ? കാരണം നിങ്ങൾക്കറിയാം അത് സുഖമില്ലാത്തോണ്ട് സംഭവിച്ചാണ് എന്ന്. പക്ഷെ മുഹമ്മദ് നബിന്റെ ബാക്ക് കൂടിയാൽ അങ്ങനെ സംഭവിക്കൂല. കാരണം അവിടെ തലയിലൊന്നും കേറൂല. അല്ലാഹു യാസിമുക്, അള്ളാഹു ആണ് മുത്തുനബിയെ സംരക്ഷിക്കുന്നത് എല്ലാത്തിൽ നിന്നും. അതുകൊണ്ട് ഇത് അറിയാം, ഇത് സാധാരണ മനുഷ്യനല്ലാന്ന് കൂടെയുള്ളവർക്കൊക്കെ അറിയാം. തിരിഞ്ഞപ്പോ കൂടാണ്ട് തിരിഞ്ഞു. പള്ളിക്ക് പേര് വന്നു മസ്ജിദുൽ ഖിബ്ലത്തൈൻ. ഇതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ പള്ളിക്ക് പേര് ഒറ്റ പള്ളിയിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിൽ ളുഹൂറിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കാബ ഷരീഫിലേക്ക് മുസ്തഫ നബി മാറി തിരിഞ്ഞിട്ട് കാബ മാറിയത് യഹൂദികൾ നസ്രാനികൾ അറിഞ്ഞപ്പോ, അങ്ങനെയല്ല, ശത്രുക്കൾ ഇങ്ങനെ അവസരം നോക്കിക്കലാണ്. ഒരിങ്ങനെ മാളത്തിലായിരിക്കും, രംഗം വന്നാല് പുറത്തിറങ്ങുള്ളൂ കൊത്താന്. അത് അന്ന് മുതൽ ഏത് ശത്രുക്കളും എപ്പോഴും അങ്ങനെ തന്നെയാണ്. മുണ്ടാതിരിക്കുമ്പോ നമ്മള് ശത്രുക്കളെല്ലാം മനസ്സിലാക്കണ്ട, ശത്രു തിന്നാലുണ്ടാവും. ഓലിങ്ങനെ അവസരം കാത്തിക്കാണ് പുറത്തേടിട്ടൊന്ന് കൊത്ത എന്താ മാർഗം എന്ന്. അവസരം കിട്ടിയ അപ്പം ഇറങ്ങും, ഊതും കൊത്തും കടിക്കൊക്കെ ചെയ്യും. ചില ആളുകൾ അത് കൈകാര്യം ചെയ്യാനുള്ള വടിയേറ്റെടുക്കുമ്പോൾ അവരുടെ ഒന്ന് കിട്ടും, അപ്പൊ മാളത്തേക്ക് പിന്നെയും പോകും, പിന്നെ ഇറങ്ങും, അപ്പൊ കിട്ടും, പിന്നെയും പോകും. അങ്ങനെയാണ്. ഏതായാലും ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇതുവരെ ഇങ്ങനെ കാത്തിക്കാണ് റസൂലുള്ളാഹിനെ കൊളാക്കാൻ എന്താ ചെയ്യാന്ന്. അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് കിട്ടിയത്. അപ്പൊ യഹൂദികളും നസ്രാനികളും പറഞ്ഞു നടന്നു, എന്താ അറിയോ, ഞങ്ങൾക്ക് ആദ്യ ആള് ഹക്കിന്റെ ആളല്ലെന്ന് അറിയാം. ഇത് ആള് ആദ്യേ തിരുപ്പനാണ്, ഇത് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ്, ഇത് ആകെ പ്രശ്നക്കാരനാണ്, ആളെടുത്ത് ശരിയുടെ ഒരു തരിമ്പ് പോലും ഇല്ല. ഇപ്പൊ അതൊന്നും കൂടി ഉറപ്പായി എന്ന് പറഞ്ഞു. വഖാലു, അവര് പറഞ്ഞു, ഇന്ന ബൈത്തുൽ മുഖദ്ദസി, ഇന്ന ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസാണ് ഉളിയ അവ്വലൽ ബൈത്തി, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട എടുക്കപ്പെട്ട ആദ്യത്തെ ഭവനം ബൈത്തുൽ മുഖദ്ദസാണ്. മാത്രമല്ല അർളുൽ മഹ്ശരി, ആ ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന സ്ഥലമാണ് മഹ്ശറിന്റെ പോയിന്റ്. മാത്രമല്ല വഖിബലത്തു ജുംലത്തിൽ അംബിയാ, ഇമാം റാസി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്, അത് പൊതുവെ അമ്പിയാക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന ഖിബലയാണ് എന്നവര് പറഞ്ഞു. എന്നിട്ടോ വൈകാന കദാലിക, സംഭവം ഇങ്ങനെയായിരിക്കെ, ഫകാന തഹ്വീലുൽ ഖിബലത്തി മിൻഹു ഇലൽ കഅബ ബാത്തില, എന്നിട്ട് പോലും ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് മുഹമ്മദ് ഖിബലയെ മാറ്റി എന്നത് ബാത്തിലാണ് എന്ന് യഹൂദികളും നസ്രാനികളും കറ്റുകെട്ടി ഉണ്ടാക്കിയിട്ടുള്ള കളവിന്റെ പാക്കറ്റുകൾ സമൂഹ മധ്യേ അഴിച്ചുവിട്ടുകൊണ്ട് നുണപ്രചരണവും വിദണ്ഡവാദവും ഉന്നയിച്ചുകൊണ്ട് ഹക്കിനെതിരെ പോരാടാൻ വന്നപ്പോൾ അവരുടെ അസത്യത്തിന്റെ വാദമുനെ അള്ളാഹു ആയത്ത് കൊണ്ട് ഒടിച്ചു കളയുകയാണ്, മുറിച്ചു കളയുകയാണ്, അല്ലെങ്കിൽ മുമ്പാരെയോ പറഞ്ഞതുപോലെ കരിച്ചു കളയുകയാണ്. അവരുടെ വാദമുനയെ പടച്ചവൻ കരിച്ചു കളയുന്നു. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്ക, ബൈത്തുൽ മുഖദ്ദസ് അല്ല, ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനോ അത് കഅബയാണ്. അവരുടെ വാദത്തെ കട്ട് ചെയ്യാനാണ് വന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്ന്. അത് കളവാണ്. അല്ല, അത് ബക്കയിൽ, ബക്ക മക്ക രണ്ടു പേരുണ്ട്. ആ രണ്ടിന്റെ അർത്ഥം തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പറയണം. രണ്ടിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോണില്ല. ഇന്നവല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്ക, ബക്കയിലുള്ള വിശുദ്ധമായ കഅബയാണ് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനോ, അല്ലാതെ ബൈത്തുൽ മുഖദ്ദസ് അല്ല, വിശുദ്ധമായ മക്കയാണ്. ഓ ചെറുപ്പക്കാരെ, ഹജ്ജിന് പോകുന്നവരും അല്ലാത്തവരും കേട്ടോളൂ, ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് കഅബ ശരീഫ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നേ. ഞാൻ പറയുന്നതല്ല, ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കഅബ ശരീഫ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രീയ ഭാഷയിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് 450 കോടി കൊല്ലായി. എത്ര? 450
450 കോടി കൊല്ലം. 450 കോടി കൊല്ലായി ഭൂമി ഉണ്ടായിട്ട്. എന്റെ വകയല്ല, ഇതിന് ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കണ്ട, ശാസ്ത്രീയ വീക്ഷണ. അത് ചോദിച്ചാൽ എനിക്ക് പുസ്തകം പറഞ്ഞുതരാം. 450 കോടി കൊല്ലായി. അപ്പൊ അതിന്റെ 2000 കൊല്ലം മുമ്പ് കഅബ ശരീഫ് സൃഷ്ടിക്കപ്പെട്ടു. എവിടെയെന്ന്? വെള്ളത്തിന്റെ മുകളിലായിരുന്നു, പ്രത്യേക സ്വഭാവത്തില്. അന്ന് തന്നെ കഅബക്ക് അല്ലാഹു തആല മഹത്വം കൊടുത്തിട്ടുണ്ട്. അവിടേക്കാണ് പൈസ പോണത്. ദോർക്കാൻ പറയണ്ടേ? യാത്രയപ്പിന് നമുക്ക് സമയമില്ല. ഞാൻ അന്നാണ് അദ്ദേഹം അടുത്ത 1-ാം തീയതി പൈസ പോണേ, 1-ാം തീയതി പോണ്. അല്ലാഹു തആല യാത്രക്ക് സന്തോഷമായി കൊടുക്കട്ടെ. അതുപോലെ പോണ കുറെ ആളുകൾ ഇവിടെ ഉണ്ടാവും. എന്റെ പ്രസംഗത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കേൾക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും അല്ലാഹു യാത്ര സലാമത്തായി കൊടുക്കട്ടെ. 2000 ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ കഅബയെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ജലപ്രളയത്തിൽ പടച്ചവൻ കഅബ ശരീഫിനെ സംരക്ഷിക്കാൻ ഒരഭിപ്രായത്തിൽ അതാ ഭൂമിയിൽ നിന്ന് 7-ാം ആകാശത്തേക്ക് വരെ ഉയർത്തിയെന്നും മഹാന്മാര് പറയുകയാണ്. ലോകത്ത് ഒരേ മന്ദിരമേയുള്ളൂ ഇങ്ങനെ. ഇതിന്റെ ബാനി അള്ളയാണ്, മുഹദ്ദിസ് ജിബ്രീലാണ്, ആമിർ അള്ളയാണ്. അതിന്റെ കൽപ്പന അള്ളാഹു നടത്തി എഞ്ചിനീയർ ആയിട്ടുണ്ടായത് മലക്കുകളുടെ സുൽത്താനായ ജിബ്രീലാണ്. പടവുകാരൻ അള്ളാന്റെ ഖലീലായ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. സഹായിയോ മുഈനോ അവിടുത്തെ ഇബ്നും തിൽമീദുമായ മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ. ഇങ്ങനെ ഒറ്റ ഭവനേ ലോകത്തുള്ളൂ. കൽപ്പിച്ചത് അല്ലാഹ്, എഞ്ചിനീയർ ജിബ്രീൽ അലൈഹിസ്സലാം, പടവുകാരൻ ഖലീലുല്ലാഹി ഇബ്രാഹിം, കല്ലെടുത്തു കൊടുക്കാനുള്ള സഹായി ഇസ്മായിൽ നബി. ഇങ്ങനെ ഒരൊറ്റ ഒന്നേ ഭൂമിയിലുള്ളൂ. അത് കഅബയാണ്. അത് കഅബയാണ് പ്രിയപ്പെട്ടവര്. അത് പരിശുദ്ധമായ കഅബയാണ്. അത് ബക്കയാണ്. അത് മക്കയിലുള്ള കഅബയാണ്. അതുകൊണ്ട് അവിടെ പോയി നിസ്കരിക്കുന്നത് കറുകത്തിരുത്തിയിലും 1 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 ഇരട്ടിയാണ്. റബ്ബേ, എത്തേണ്ടതുപോലെ എത്താൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. എന്നാൽ ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ കഅബയോടുള്ള മുസ്ലിമീങ്ങളുടെ ബന്ധം വളരെ സുശക്തമാണ്. അത് ഫേസ്ബുക്കിൽ ആര് കഅബയെ തരം താഴ്ത്താൻ വേണ്ടി ചിത്രം വരച്ചിട്ടും കാര്യമില്ല, നായനെ കയറ്റി വെച്ചിട്ടും കാര്യമില്ല, പന്നിയെ കയറ്റി വെച്ചിട്ടും കാര്യമില്ല, ചിത്രത്തെ വികലമാക്കിയിട്ടും കാര്യമില്ല. അത് ചിത്രത്തിലുള്ള കഅബയാണ്. പക്ഷേ വിശ്വാസികളുടെ മനസ്സിലൊരു കഅബയുണ്ട്. അത് തകർക്കാൻ ലോകത്തൊരു വൻ ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു കഅബയോടുള്ള അഭിനിവേശം നമുക്ക് അധികരിപ്പിച്ചു തരട്ടെ. അവിടെ പോയി വിതുമ്പുന്ന കണ്ണോടെ കഅബയുടെ ചാരേ പൊട്ടി പൊട്ടി കരയാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യോഗ്യമാവിധം സംശുദ്ധമായി പടച്ചവന്റെ മുമ്പിൽ സമർപ്പിച്ച ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. നബിയുനാ റസൂലുള്ളാഹി. പോവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ഒറ്റ കാര്യം മാത്രം നിങ്ങളോട് പറയാൻ. ഞാനൊരു ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്ന ആളല്ല, ഉംറ ഗ്രൂപ്പ് നടത്തുന്ന ആളല്ല, ഹജ്ജിന് പലപ്പോഴും എല്ലാ കൊല്ലം പോകുന്ന ആളുമല്ല. അതുകൊണ്ട് ഇനി പറയുന്ന ഹദീസിനെ ഞാൻ മുഗൂർ ജാമ്യം എടുക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ ഹജ്ജ് ഗ്രൂപ്പും നടത്തുന്നില്ല, ഉംറ ഗ്രൂപ്പും നടത്തുന്നില്ല. ഉംറയ്ക്ക് ഇടയ്ക്കൊന്ന് പോകാറുണ്ട്, അത് ശരിയാണ്. പ്രാവശ്യം ഹജ്ജിന് കുറെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു, പല ആളുകളും വിളിച്ചിരുന്നു. ഞാൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞാണ്. എന്തേ? എനിക്ക് അതിനേക്കാളും കൂലി തോന്നിയത് ഈ കുട്ടികൾക്ക് ദർശനത്തിലാണ്. അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ല. നിങ്ങൾ സമ്മതിക്കാറ്റൊന്നല്ല. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും പോകാൻ ഞാൻ പോകും. എനിക്ക് പോകണം തോന്നി ഞാൻ പോകും. അതിനിപ്പോൾ നിങ്ങളെ സമ്മതത്തിന് ഞാൻ നിൽക്കൂല. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഈ 10-40 പൈസ മാറിയെന്നാൽ ഈ കുട്ടികൾ പട്ടിണി എടുക്കാം. പട്ടിണി എടുക്കാന്ന് പറഞ്ഞാൽ തിന്നാൻ ഇവിടെ നേർച്ച വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇൽമു കൊടുക്കണമല്ലോ. അപ്പൊ അതിനേക്കാളും നല്ല ഇവിടെ കൂടാനായിരിക്കും. അപ്പൊ വാലിനോടില്ല, വാലിന് പോയാൽ ഞാൻ അങ്ങോട്ട് തന്നെ വരും, ദർശനത്തും ചെയ്യും, ഒക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെയല്ല 40 പൈസ മാറിക്കണേ. അതുകൊണ്ട് മാത്രം പോയിരുന്നാണ്. പക്ഷെ പൈസ ഇപ്പൊ ഇങ്ങനെ ദർശനം നടത്തുന്നില്ല. അപ്പൊ അദ്ദേഹം പോണ്ടാന്ന് കരുതിയാൽ നമ്മൾ തള്ളി പറഞ്ഞാക്കും ചെയ്യും. അങ്ങനെയാണ്. പോണവർ പോകണം, നിൽക്കണവർ നിൽക്കണം, അങ്ങനെയാണ്. അപ്പോ എന്തേലും പറഞ്ഞു കുട്ടികൾ പട്ടി നിൽക്കുക. അവ ഓർമ്മ ഉണ്ടാവും. കാരണം ഇപ്പൊ പൈസ ഇങ്ങനെ ഇരിക്കായിരിക്കും, വിശന്നെങ്കിൽ ഇരിക്കായിരിക്കും. അപ്പൊ പട്ടിണി ഓർമ്മ ഉണ്ടാവും. അതെ, ഞാൻ എന്തിനാ ഇങ്ങനെ ഒന്ന് വിശദീകരിക്കുന്നവരോ?
ഒരു ഹദീസ് പറയാൻ പോവാണ്. അത് മൂപ്പര് ആളെ കൂട്ടാൻ വേണ്ടി പറഞ്ഞാന്ന് ഞാനും വെറുതെ കൊഞ്ഞനം കാണിക്കാൻ നിൽക്കണ്ട, ഇമാം പോവാൻ നിൽക്കണ്ട. ഇതൊന്നാണ്ട് തലേക്ക് കയറ്റിട്ട് പൊയ്ക്കോളി. എന്താരോ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹുവിന്റെ കലാമിൽ പടച്ചവൻ പറയുകയാണ്, കഴിവുള്ള മനുഷ്യന്മാരുടെ മേൽ കടമയാണ് പടച്ച തമ്പുരാന്റെ കഅബ പരിസരത്ത് വന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കൽ. റെഡിയല്ലേ? അടുത്ത ആയത്ത് കേൾക്കാൻ റെഡിയല്ലേ? റെഡിയല്ലേ? എന്നാ കേട്ടോളി. വമൻ കഫറ, അതാന്റെ വിഷയം. വമൻ കഫറ, ഞെട്ടണം സഹോദരന്മാര്. കഴിവുണ്ടായിട്ട് ആരെങ്കിലും പോവാതിരുന്നാൽ എന്നുള്ളതിന് എന്തെല്ലാം ഭാഷ അറബ് പ്രയോഗത്തിലുണ്ട് അല്ല അല്ലേ? വൈൻ തറക്കൽ ഹജ്ജ എന്ന് പറയാം. എന്നിട്ടും ഹജ്ജ് ഒഴിവാക്കിയാൽ അത് അള്ളാന്റെ ഫസാഹത്തിലും ബലാഗത്തിലും പറയാലോ. പക്ഷെ പറഞ്ഞ അങ്ങനെയല്ല. ഹജ്ജിന് കഴിവുണ്ടായിട്ട് പോവാതിരുന്നാൽ എന്ന സ്ഥലത്ത് ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഒമൻ കഫറ. നേരർത്ഥം ഇനി ആരെങ്കിലും കാഫറായാൽ. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയും. എന്നാ അവിടേക്ക് ഒരു ഹദീസും കൂടി ഞാൻ വെച്ചുതരാം, അപ്പൊ കൂടുതൽ മനസ്സിലാവും. ഒന്ന് പറയും, നിങ്ങൾക്ക് എന്താ അവിടുന്ന് മനസ്സിലായത്? മൊയ്തുട്ടിയേജ്, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഹജ്ജിന് പോവാൻ കഴിവുണ്ടായിട്ട് പോവാതിരുന്നാൽ എന്ന സ്ഥാനത്ത് ഖുർആൻ ഉപയോഗിച്ചത്. ഇനി ആരെങ്കിലും കാഫറായാൽ എന്താ അതിന്റെ അർത്ഥം? ഒക്കെ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെയല്ല പറഞ്ഞാളിന്ന് അറിയാണ്ട്. നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയോ? എന്താ ചെറുപ്പക്കാരൊന്ന് പറയോ? അതാണ് അതിന്റെ അർത്ഥം. കേട്ടോളെ, ഞാൻ സ്വകാര്യം പറഞ്ഞുതരാം. ഹജ്ജിന് പോവാൻ കഴിഞ്ഞിട്ട് പോവാതിരുന്നാൽ അവനും കുഫറും തമ്മിൽ ഇങ്ങനെയാണ്. പിന്നെ കാഫറാൽ തന്നെയാണ്. അങ്ങനെ ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ട് പോവാതിരുന്നാൽ പിന്നെ കാഫറാല. ഇനി അങ്ങോട്ട് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ധരിച്ചൊരു ഹദീസും കൂടി കയറ്റിത്തരാം, കേട്ടോളിട്ടോ. ഇമാം തുർമുദി അൻ അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. ആരാ അലി റളിയല്ലാഹു അൻഹു? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ മുഹമ്മദ് മുസ്തഫ. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു, മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഹു ഇലാ ബൈത്തില്ലാഹ്. പരിശുദ്ധമായ കഅബയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കഴിവ് ആസ്തി ഒരാൾക്കുണ്ടായാൽ, വാഹനമായിട്ടും മറ്റെല്ലാ സൗകര്യം, വഴിയാലും തടിയാലും മുതലാലും എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആർക്കെങ്കിലും സൗകര്യം ഉണ്ടായാൽ ഫലം യഹുജ്ജ, എന്നിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നാൽ റഹ്മത്തുൽ ആലമീന്റെ ഇടിത്തി പോലെയുള്ള വാക്ക് നെഞ്ച് പിളർത്തുന്നതാ. കേട്ടോ, ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസറാനിയാ. അബൂദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ഒമാനിൽ നിന്നുമായി അല്ല, ആഫ്രിക്കൻ പ്രവിശ്യയിൽ വെച്ചുകൊണ്ടും ഈ പ്രസംഗം കേൾക്കുന്ന സഹോദരന്മാര്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ. 10-20 കൊല്ലം അബൂദാബിയിൽ ജോലി ചെയ്യുന്നവരാണ്, മര്യാദക്ക് ശമ്പളമുണ്ട്, എന്നിട്ട് ഹജ്ജിന് പോയില്ല. പലരും പേര് പറയുന്നത് മകളെ കെട്ടിക്കണം ഉസ്താദ്. അതിന് 2 മറുപടി ഞാൻ പറയുന്നത്. ഒന്ന്, മകളെ കെട്ടിക്കാൻ പ്രായമായിട്ട് കെട്ടിക്കാതെ ആരെങ്കിലും മരിച്ചാൽ ഓ യഹൂദി ആയിക്കോട്ടെ എന്ന് ഹദീസിലില്ല. മനസ്സിലായോ? ഒരു മറുപടി പ്രാമാണികമായിട്ട്. ഒന്ന്, മകളെ കെട്ടിക്കാൻ പ്രായമായിട്ട് മകളെ കെട്ടിക്കാതെ ഏതെങ്കിലും വാപ്പ മരിച്ചാൽ ആ വാപ്പ യഹൂദിയോ നസ്രാനിയായിട്ട് മരിച്ചോട്ടെ എന്ന് എവിടെ ഇല്ല? ഹദീസിലില്ലാന്ന്. ഒന്നത്. അപ്പോ ഹജ്ജും മകളെ കെട്ടിക്കലും തമ്മിൽ അജഗജാന്തരുണ്ട്. ഹജ്ജ് എവിടെ കെടുക്കണം? ഒന്ന്. രണ്ടാമത്തത്, ഇന്ന് മകളെ കെട്ടിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന ഈ ലക്ഷങ്ങൾ ദീന് പറഞ്ഞതാ അല്ല. ഒരു മോളെ കെട്ടിക്കാൻ കൂടി എന്നാ എത്ര മതി? ഒരു 10,000 റുപ്യ മതി, പോരെ? അല്ല, ദീന് പറഞ്ഞ രൂപത്തിൽ ഒരു മകളെ കെട്ടിക്കാൻ ഒന്നും കൂടി കുറച്ചുതരാം, 5,000 റുപ്യ മതി. നീ കുറക്കണോ? 250 റുപ്യക്ക് കല്യാണം ഉണ്ടാക്കും. അതല്ലേ ആവശ്യമുള്ളൂ. ഇപ്പൊ അടുത്ത് ഞാന് യാത്രക്കിടയിൽ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, കണ്ടിട്ടത് വലിയ ഉപകാരമായി, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നിൽക്കരുന്ന്, പിന്നെ മോളെ കല്യാണം ഉണ്ട്, ഗൾഫേരനാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പൊതുവെ കല്യാണത്തിന് പോകാറില്ല, നിങ്ങൾ എന്നെ വിളിക്കാറല്ല. എല്ലാരും ഉണ്ട് എല്ലാ സംഘാടകരുണ്ട്, എല്ലാ പ്രഭാഷകന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനത്തോടത്തേക്ക് തീരെ പോവില്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഏതായാലും കത്തൊന്നും ഇരിക്കട്ടെ. അയാളെ കയ്യിൽ നിന്നൊരു കവർ ഉണ്ട്, അതിനൊരു കത്ത് എടുത്തു. ഈ കത്ത് ഇങ്ങനെ കണ്ടാൽ തന്നെ പുതിയാപ്പിള
നടുവിലൊരു ചോപ്പ് കെട്ടി ടൈയൊക്കെ കെട്ടിയിട്ട് ഇതിൽ കൂടി കസവിന്റെ ഒരു നൂല്. ഈ കത്തിന്റെ കവർ തന്നെ ഒരു ക്ലാസ് പുതിയാപ്പിള. കവർ പൊട്ടിച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ രണ്ട് പട്ട് പോലത്തെ ഒരു പേപ്പർ എടുത്തപ്പോ പുതിയ എണ്ണു. കത്തന്നെ പുതിയാപ്പിളയും പുതിയ എണ്ണു. ഇനിയിപ്പൊ അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് ഇവ എന്നോട് രണ്ടാമത് പറഞ്ഞ എന്താരോ, കടത്തില് മുങ്ങിക്കണ് നിങ്ങൾ ദ്വാരക്കണെന്നാ. ഓന്റെ വിഡ്ഢി, കടത്തില് മുങ്ങിയ നീ കത്തന്നെ പുതിയാപ്പിളയും പുതിയ എണ്ണു ആക്കിയാൽ നിന്റെ അവസ്ഥ, നിന്റെ തലയിലുള്ള ഭ്രാന്തിന്റെ പേരിനാണ്, അല്ലെങ്കിൽ ആ ഭ്രാന്തിനുള്ള ചങ്ങലയാണ് എന്റെ അടുത്തില്ലാത്തത്. എല്ലാ ഭ്രാന്തിനും ചങ്ങലുണ്ട്. നിന്നെ ഏത് ചങ്ങലക്കെടുകയാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്? എന്തിന്റെ? എന്നിട്ട് ഇപ്പനാ പറഞ്ഞത് കല്യാണന്റെ മോളെ അജ്ജിന് പോകാൻ കഴിയൂലെന്ന്. ഈ കത്തൊന്ന് മാറ്റി വെച്ച അജ്ജിന് പോവാ. എന്താ അതുകൊണ്ട് ഉപകാരം? ഇതുകൊണ്ട് എന്താ ഉപകാരം? ഒന്നല്ലെങ്കിൽ മുസാഫിൽ അടയാളം വെക്കാനെങ്കിലും പറ്റുമോ? ആവില്ല. കാരണം ഇത് എത്ര വലുപ്പത്തിലാ വരിക. ഇത് മുസാഫിൽ അടയാളം വെക്കാനും പറ്റൂല. എന്റെ കയ്യിൽ അങ്ങനത്തെ കത്ത കിട്ടിയാൽ ഞാനിത് വെറുതെ ഇടാനും പറ്റൂല. കാരണം പൈസ ചെലവാക്കണല്ലേ. ഞാൻ പിന്നെ ഭാര്യ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരും, തക്കാളി, മുളക്, പഞ്ചസാര ഇതൊക്കെ കൊണ്ട് ആദ്യം ഇങ്ങനെ എഴുതിയിടും. അല്ല എന്താ ചെയ്യുന്നത്? കിതാബ് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിമ്മ പഞ്ചസാര എഴുതിയിടല്ല. ഇങ്ങനെ കുറെ ആളുകൾ കത്തും കണ്ട് കൊടുത്തിട്ട് ആൾക്കാരെ ഞെട്ടിക്കണേ. കാരണം ഇതാണ്ട് വായിച്ച പിന്നെ എല്ലാവരും വരും. അങ്ങനെയാണ് ഇവിടൊക്കെ പരമാവധി കുറവാട്ടോ. എനിക്ക് യാത്രയിലുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത്. ആ കത്ത് തന്നെ നടുവിലൊരു ചോപ്പ് കെട്ട്. എന്താ കത്ത്? നടുവിൽ സെന്ററിലൊരു ചോപ്പ് കെട്ട്. നമ്മളെ കരാട്ടക്കാരിറങ്ങുമ്പോണ്ടാവില്ല ഒരു കെട്ട്, മുമ്പിലൊക്കെ കൂടി തൂങ്ങിക്കിടക്കണ. ഞാൻ കരുതി പഠിച്ചത് ഇത് കരാട്ട പഠിച്ച കത്താണോ? ഇവിടെ ഒരു ചോപ്പ് കെട്ട്, മേൽക്കൂടി ഒരു കസവിന്റെ നൂലും കെട്ട്. അപ്പൊ ഒരു ടൈ കെട്ടിയ പുതിയാപ്പള അതന്നെ. അതിന്റെ ഉള്ളിലാണെങ്കിലും പട്ട് പോലത്തെ ഒരു പേപ്പർ പുതിയ എണ്ണു. ഇനിയിപ്പൊ അങ്ങോട്ട് പോണ്ട, പുതിയാപ്പിളും പുതിയണ്ണിനും പോരെ കൊണ്ടുവന്നു. പഠിച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് ഇവനാ പറഞ്ഞത് മോളെ കെട്ടിക്കാണ്ട് പെങ്ങളെ കെട്ടിക്കാണ്ട് അജ്ജിന് പോകാൻ കഴിയില്ലാന്ന്. ഇതിനൊക്കെയാണ് ഇപ്പൊ അജ്ജ് മാറ്റിയേക്കണ ഇജാതി കത്തടിക്കാന്. അല്ല വിടൂല. കേവലമായ ചെറിയ പൈസക്ക് ഒതുക്കാവുന്ന കല്യാണോ? നാട്ടുകാർ നിർമ്മിച്ച മാമൂലുകൾക്ക് വേണ്ടി പൊങ്ങച്ചത്തിൽ പൊടിപിടിക്കുന്ന ലക്ഷങ്ങൾക്കിടയിൽ പടച്ചവന്റെ കാബ മറന്നുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് തന്നെയാണ് ഈ ഹദീസ് സമ്മാനിക്കുന്നത്. ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്റാനിയാ, അവൻ യഹൂദിയോ നസ്റാനിയോ ആയി മരിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. ഇനി കേട്ടങ്ങൾക്കൊക്കെ ഒരു കടമുണ്ട്. നിങ്ങൾ ഹജ്ജിന് പോകാൻ ബാധ്യസ്ഥരാണെങ്കിൽ നാളേക്ക് നാളെ എന്ന് നീളം വിട്ടുകൊണ്ട് പെട്ടെന്ന് പോവാനുള്ള പുറപ്പാടെടുത്താൽ, ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസും ആയത്തൊക്കെ അൽഹംദുലില്ലാ വളരെ ഉപകരിച്ചു. അതിനു വേണ്ടി തന്നെയാ പറയുന്നത്. നിങ്ങൾ നല്ലത് കേൾക്കുന്ന എല്ലാ ആളുകളും നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈ ചിന്തിക്കുക. നമ്മൾ ഈ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ഇത് എന്തിനു വേണ്ടി? നിർബന്ധമായ ഹജ്ജ് മാറ്റിവെക്കാൻ, അനാചാരങ്ങളുടെയും ആർഭാടങ്ങളുടെയും പിന്നാലെ പോയിട്ട് ഖബറിൽ പോയി കിടക്കേണ്ട ആ ഗതികേടിനെ കുറിച്ച്, ദുര്യോഗത്തെ കുറിച്ച്, ഹതഭാഗ്യത്തെ കുറിച്ച്, അതിന്റെ ആഴത്തെ കുറിച്ച്, പരപ്പിനെ കുറിച്ച്, അതിന്റെ ഗൗരവം സൃഷ്ടിക്കുന്ന അദാബിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പടച്ചവനെ പോകാൻ നീ മുതൽ കൊടുത്തിട്ട് ആർഭാടത്തിന് വേണ്ടി അതെല്ലാം റൂട്ട് മാറി ചെലവഴിച്ചിട്ട് നിന്റെ കാബ കാണാതെ മരിച്ചു പോകുന്ന അവസ്ഥയിൽ മുഅ്മിനീങ്ങളെ മുഹിബ്ബീങ്ങളെ പെടുത്തല്ല അല്ലാ. പോകേണ്ടത് പോലെ പോകാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റബ്ബേ. അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ, അവിടെ എത്താൻ അവസരം നൽകട്ടെ. അള്ളാഹു പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ. ഇവിടെ നൽകിയ സംഭാവനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു നന്നാക്കി തട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പ്രിയങ്കനായ ബാവജി അടക്കമുള്ള മുഅ്മിനീങ്ങളും മുനാഫികൾക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. പടച്ചവൻ നമ്മളെല്ലാവരെയും എല്ലാവിധ ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളെ മിത്രങ്ങളാക്കി തരട്ടെ. ഇല്ലെങ്കിൽ അവരെ ഷറിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹു പൂർണ്ണമായി മോചിപ്പിച്ചു തരട്ടെ. ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അവർ കുഴിച്ച കുഴിയിൽ അല്ലാഹു വീഴ്ത്തി അവരെ നമുക്ക് പരാജയപ്പെടുത്തി കാണിച്ചു തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.